ഡീറ്റെയിൽ തട്ടിപ്പിൽ അന്വേഷണം ശക്തമായത് പ്രതികളങ്ങ് മുങ്ങി. പ്രത്യേക സംഘം വീണ്ടും കോഴിക്കോട് കൊടുവള്ളിയിലും പരിസരങ്ങളിലും പരിശോധന നടത്തിയിട്ടും പ്രതികളെ പിടികൂടാനായില്ല. വാഴക്കാല സ്വദേശിനിയെ കബളിപ്പിച്ച് 4.11 കോടി രൂപ തട്ടിയ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. എസ് ശ്യാംകുമാർ ആ വാർത്തയുടെ വിവരങ്ങളുമായി എത്തുന്നു. ശ്യാം, അതിനെ ഗൗരവത്തോടെ തന്നെ കാണുകയാണ് പോലീസ്. ഇവരുടെ കൂടുതൽ കണ്ണുകളുണ്ടോ, കൂടുതൽ വ്യാപ്തിയുള്ള തട്ടിപ്പാണോ ഇവരുടെ സംഘത്തിൻ്റെ എന്നറിയാൻ ശ്രമിക്കുന്നുണ്ടോ? പ്രതികൾ എവിടെയാണെന്ന സൂചനയുണ്ടോ ശ്യാം? ലക്ഷ്മി, പോലീസ് അന്വേഷണം ഊർജിതമാണ്. കാരണം 4,11,00,000 രൂപ തട്ടിയെടുത്തു എന്നുള്ളത് മാത്രമല്ല, അതിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പോലും ആ തട്ടിപ്പിനായി ഉപയോഗിച്ചു എന്നുള്ളതാണ് പോലീസിനെ പോലും മേടിച്ചത്. ഇതോടെയാണ് ഈ കേസിൽ ചില പ്രധാന കണ്ണികളെ തേടി പോലീസ് സംഘം കഴിഞ്ഞ ദിവസം വീണ്ടും കൊടുവള്ളി. എസ് ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ എന്താണ് ബഹുമുഖമാണ് തട്ടിപ്പ്, അതിൽ ഡീറ്റെയിൽ തട്ടിപ്പ്, നമ്മളാരും ചിന്തിക്കാത്ത വഴികൾ കൂടിയൊക്കെ തട്ടിപ്പ് സംഘം വ്യാപരിക്കുകയായിരുന്നു. അതിൽ വളരെ വൈകിയാണ് ആ സംഘത്തിലേക്ക് പിടിവീഴുന്നത്. അതിൽ പിടിവീഴുമ്പോൾ ഈ പറയുന്ന ആ സംഘം, തട്ടിപ്പ് സംഘം മുങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേക സംഘം കോഴിക്കോട് കൊടുവള്ളിയിലും പരിസരങ്ങളിലൊക്കെ പരിശോധന നടത്തിയിട്ടും ഈ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. ശ്യാംകുമാർ ചേർന്നു. ശ്യാം, ഇവരുടെ കുട്ടികൾക്ക് പണം ഇട്ട് കൊടുക്കുക, അവരെ കൊണ്ട് ATM-ൽ നിന്ന് പണം പിൻവലിപ്പിക്കുക, അതിൻ്റെ ഒരു പങ്ക് ആ പാവം കുട്ടികൾക്ക് കൊടുക്കുക, എന്നിട്ട് അവരെ പെടുത്തുക എന്ന മോഡസ് ഓപ്പറാണ്ടിക്ക് അപ്പുറം കൂടുതൽ തട്ടിപ്പ് സംഘം നടത്തിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? പ്രതികൾ എവിടെ എന്ന സൂചന പോലീസിനുണ്ടോ ശ്യാം? പക്ഷേ കുട്ടികളെ ഈ ക്രിമിനൽ തലത്തിൽ പ്രതികളാക്കി പങ്കെടുപ്പിക്കുന്നത് തന്നെ കുട്ടികളും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പോലീസ് അന്വേഷണം കൂടുതൽ പോവില്ല. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും വരുമ്പോൾ അന്വേഷണം വഴിമുട്ടും എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ്. പക്ഷേ പോലീസ് ഇത് വളരെ ഗൗരവം. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ്, മറ്റേ OTT പറഞ്ഞു കൊടുക്കുക പോലെയുള്ള കലാപരിപാടികൾ വളരെ വ്യാപകമാവുകയും ആ തട്ടിപ്പ് ഏതാണ്ട് ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് അതിൽ അന്വേഷണം കൂടുതൽ ശക്തമാവുന്നത്. പിടിവീഴട്ടെ, ആ തട്ടിപ്പ് സംഘത്തിന് പിടിവീഴട്ടെ.